പുണ്യപ്രവാചകരുടെ വിശുദ്ധ ഓർമ്മകളുമായി ഒരു തിരുവസന്തം കൂടി നമ്മളിലേക്ക് വിരുന്നെത്തുകയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതവും ദർശനവുമെല്ലാം എക്കാലത്തും മാതൃകയാണല്ലോ. അവിടുന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിലെ ജീവിതം വളരെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ്. എങ്ങനെയെങ്കിലും ഹബീബിനെ വധിക്കണമെന്ന ചിന്തയിലാണ് ഖുറൈശികളുള്ളത്. അതിനുവേണ്ടി അബൂജഹൽ ഒരു തന്ത്രം മെനയുകയാണ്. തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി അബൂജഹൽ ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. തന്ത്രം ഇങ്ങനെയാണ്: മുഹമ്മദിനെ നമുക്ക് വകവരുത്തണം. അതിനുള്ള ഒരു വഴി, ഞാൻ രോഗിയാണ് എന്ന് നിങ്ങൾ മുഹമ്മദിനെ വാർത്ത അറിയിക്കണം. ഞാനൊരു രോഗിയായി അഭിനയിച്ച് വീട്ടിൽ കഴിയാം. എൻ്റെ വീടിന് മുമ്പിൽ ഒരു കുഴി കുഴിച്ചു വെക്കാം. കുഴി മൂടിയിട്ട് അതിന് മുകളിലൂടെ മുഹമ്മദ് നടന്നു വരുന്ന സാഹചര്യത്തിൽ അതിൽ വീഴുകയും അവിടെ വെച്ച് മുഹമ്മദിനെ നമുക്ക് തീർത്ത് കളയാമെന്നും അവിടുന്ന് അബൂജഹൽ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. മരണക്കെണിയൊരുങ്ങുന്നത് പോലും തൻ്റെ സ്വഭാവമഹിമയെ ചൂഷണം ചെയ്തുകൊണ്ടാണെങ്കിൽ അത് പ്രവാചകന് മാത്രം സാധ്യമാകുന്ന ധാർമ്മികതയുടെ വിപ്ലവമാണ്. അവിടെയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തനാകുന്നത്.